എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യോക്ക് അംബർല എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. 2.5 മീറ്റർ തുണിയിൽ യോക്കിലായാലും ശരി സ്കേർട്ടിലായാലും ശരി എക്സ്ട്രാ പീസസ് ഒന്നും കൊടുക്കാതെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് 2.5 മീറ്റർ കോട്ടൻ്റെ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 44 ഇഞ്ചാണ് വിടുത്ത് കുറഞ്ഞ തുണി എടുക്കാതിരിക്കുക, വിടുത്തുള്ള തുണി എടുക്കുക. വിടുത്ത് കുറഞ്ഞ തുണിയാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പീസ് 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ തുണി വിടുത്തുള്ള തുണിയാണ്, 44 ഇഞ്ചാണ് വിടുത്ത്. അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് ഒരു സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ യോക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ തുണി നേരെ 2 ആക്കി മടക്കും, എന്നിട്ട് അതിനെ നമ്മൾ ആംഗിളാക്കി മടക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതായത് അത്യാവശ്യം തടി കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ കിട്ടും. തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യോക്കിൻ്റെ പാർട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പീസെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്ത് നമുക്ക് മടക്കി ഇടുമ്പം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് മാത്രമേ ഇങ്ങനെ മടക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്തിൻ്റെ താഴ്വശത്തേക്ക് എക്സ്ട്രാ പീസ് ആഡ് ചെയ്യണം. അത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട, ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ യോക്ക് എടുക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് മുകളിലും താഴത്തും ജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 15 ഇഞ്ച് ഞാൻ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റാണ് അത് അതായത് ഒരു ഭാഗത്തുനിന്ന് ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കാണ് നമ്മൾ ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തുണി പിടിക്കുന്നത്. സാധാരണ നമ്മൾ കറക്റ്റ് 2 തറ്റം പിടിക്കുന്നതിന് പകരം നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമ്മൾ തുണി ഇതേപോലെ മടക്കി 2 ആക്കി മടക്കി. അതിനുശേഷം നമ്മൾ ഒരു കോർണർ, അതായത് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു കോർണർ ഇതേപോലെ ഒന്നുകൂടി നമ്മൾ മടക്കിയിടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും നമ്മളിപ്പോൾ മടക്കിയിട്ട പോയിൻറ്റും കറക്റ്റ് ഒരേ ലെവലിലാണ് വരുന്നത്. കറക്റ്റ് രണ്ടും സെയിം ഒരേ ലെവലിലാണ് നമുക്ക് വന്ന് നിൽക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മളെ പാരലലായിട്ട് വെക്കുക. കാരണം ആ ഭാഗത്തു നിന്നാണ് നമ്മളിനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിളായിട്ട് വരുന്ന ആ ഭാഗം, അതായത് നമ്മൾ മടക്കിയിടുന്ന ആ കർവുള്ള ഭാഗം നമുക്ക് പാരലലായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിനി മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ശ്രദ്ധിക്കണം, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഷേപ്പിൻ്റെ അവിടെ എത്രയാണ് വണ്ണം എന്നുള്ളത് ആദ്യം നിങ്ങൾ ടാപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതായത് ടാപ്പ് റൗണ്ടാക്കി പിടിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ വരുന്നത് 7 ഇഞ്ചാണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 7.5 ഇഞ്ചാണ്. 7 ഇഞ്ചല്ല 7.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചാണ് വരിക. അപ്പോൾ ഈ 8.5 ഇഞ്ച് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റ് 8.5 ഇഞ്ച് എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് പിടിക്കണം, എക്സ്ട്രാ ഒന്നും വെറുതെ കൊടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് തുണി വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ 8.5 ഇഞ്ച് എവിടെയാണോ, അത് എൻ്റെ കേസിലാണ് 8.5 ഇഞ്ച് കേട്ടോ. നിങ്ങളുടെ അളവ് എടുക്കുക, അതായത് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എടുക്കുക, ഷേപ്പ് വരുന്ന ഭാഗത്ത് എത്രയാണോ നിങ്ങൾ അതെടുക്കുക, അതേ ഡിവൈഡഡ് ബൈ നിങ്ങൾ 4 ചെയ്യുക. 4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് ഈ പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് ലെങ്ത്ത് വേണ്ടത് 44 ഇഞ്ചാണ്. അപ്പോൾ 44 ഇഞ്ചിൽ നിന്ന് ഞാൻ 14 ഇഞ്ച് യോക്കിന് വേണ്ടി കുറച്ചു. ബാക്കി എനിക്ക് വേണ്ടത് 30 ഇഞ്ചാണ്. 30 ഇഞ്ചിൽ 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാൻ വേണം. 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ തയ്ക്കാൻ വേണം. മടക്കിയിട്ടല്ല, മുകളിൽ തയ്ക്കാൻ വേണം. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ വേണം. അപ്പോൾ 30ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ 31.5. അപ്പോൾ 31.5 ഇഞ്ച് ഇതേപോലെ നിങ്ങൾക്ക് കറക്റ്റ് ഈ തുണിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കാണ് നമ്മൾ മടക്കിയിട്ടത്. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് തുണി എക്സ്ട്രാ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടക്കിയിട്ട അത്രയും ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുണി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.
കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും ലെങ്ത് ഇതിൽ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തുണി 4 ആക്കിയിട്ട് തന്നെ മടക്കുക. ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്യാതെ 4 ആക്കി മടക്കുക. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തായാലും യോക്കിലേക്ക് എക്സ്ട്രാ പീസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ടോട്ടൽ അളവിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഈ മെത്തേഡ് തന്നെ കീപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 3 ഇഞ്ച് മുകളിലേക്ക് സൈഡിൽ കയറ്റി കൊടുക്കും, എന്നിട്ടാണ് കർവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടൊരു 3 ഇഞ്ച് കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഈ കേസിൽ എനിക്ക് 29 ഇഞ്ചാണ് കിട്ടുന്നത്. ശരിക്കും നമുക്ക് വേണ്ടത് 31.5 ഇഞ്ചാണ് വേണ്ടത്, പക്ഷെ എനിക്ക് ഒരു സൈഡിൽ 29 ഇഞ്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിൽ നിന്ന്, അതായത് മുകളിലെ വശത്തു നിന്ന് താഴോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കർവാക്കി വരച്ചിട്ടുണ്ട്. വരച്ചതിന് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ അളവ്, അതായത് ടോട്ടൽ അളവിൽ നിന്ന് യോക്ക് കുറച്ചിട്ടുള്ള അളവ്, അപ്പോൾ അത് 31.5 ഇഞ്ചാണ്, അതായത് 31.5 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ടാപ്പ് ഇളകാതെ, അതായത് നമ്മളിപ്പോൾ വരച്ച ആ ലൈനിനെ ഇളകാതെ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് അവസാനം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു 29 ഇഞ്ചേ കിട്ടുന്നുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ തുണിയിലേക്കാണ് 31.5 മാർക്ക് ചെയ്യുമ്പം വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സൈഡിൽ, അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഒരു കർവാക്കിയിട്ടും കൂടി വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ തുണിയിൽ തന്നെയാണ് അത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വരച്ച അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യോക്ക് ചെയ്യാൻ പെർഫെക്റ്റായിട്ട് തുണി കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ബാക്കി സ്ഥലത്തു നിന്ന് നമുക്ക് എന്തായാലും സ്ലീവ് ചെയ്യാനും തുണി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ പീസ് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്കേർട്ടിലായിക്കോട്ടെ, യോക്കിലായിക്കോട്ടെ, സ്ലീവിലായിക്കോട്ടെ നമുക്ക് എക്സ്ട്രാ പീസ് യാതൊന്നും തന്നെ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. 2.5 മീറ്ററിന് പകരം നിങ്ങൾ 3 മീറ്ററാണ് തുണി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റിസ്ക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ബേസ് ഒന്നും വെക്കാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പക്ഷെ 2.5 മീറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയും എക്സ്ട്രാ ക്ലോത്തൊന്നും വെക്കാതെ ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മൾ വെട്ടിയതിൻ്റെ ശേഷമുള്ള ബാക്കി തുണിയാണിത്. അപ്പോൾ ഞാൻ തുണീനെ ഇതേപോലെ ഒന്ന് 4 ആക്കി മടക്കിയിടുകയാണ്. പിന്നെ ഇത് എന്താ പറയുക, പ്രിൻ്റൊക്കെ നിങ്ങൾ നോക്കി ചെയ്യണം. ഇത് പിന്നെ എല്ലാ ഭാഗത്തും ഒരേ പ്രിൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പ്രിൻറ്റിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം താഴത്തുള്ള അതേ പ്രിൻ്റ് തന്നെ മുകളിൽ വരുന്ന രീതിയിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതേപോലെ തുണി 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തപ്പോൾ 11 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ ഇവിടെ 11 ഇഞ്ച് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് 10.5 കിട്ടുന്നുള്ളൂ. അതായത് 1.5 ഇഞ്ച് സീം അലവൻസ് ഇത് മടക്കിയിടുമ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ മതി എന്നുള്ള ലെവൽ. നിങ്ങളുടെ സാധാരണ നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഇവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. അപ്പോൾ രണ്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും 2 തരം ആം ഹോൾ കൊടുക്കുന്നില്ല, ഒരൊറ്റ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുള്ളൂ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കുഴിച്ചിട്ടാണ് ഞാൻ ആം ഹോൾ വരയ്ക്കുന്നത്. ഉള്ളിലേക്ക് അത്യാവശ്യം കുറച്ച് കയറ്റി കുഴിച്ചിട്ടാണ് ആം ഹോൾ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കയറ്റി കുഴിച്ചിട്ടാണ് ഞാൻ ആം ഹോൾ വരച്ചിട്ടുള്ളത്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. ഫ്രണ്ടിലെ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ബാക്കിലുള്ള നെക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിലേക്ക് 4 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്, ഇറക്കം കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തുകൂടി വരയ്ക്കുന്നുണ്ട്. ഈ താഴെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ച്, അതിൻ്റെ കൂടെ മുകളിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതുകൊണ്ട് ഇവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കർവാക്കി ഒന്ന് വരച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ വേറെ തന്നെ കുഴിച്ച് വരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് വേറെ തന്നെ കട്ട് ചെയ്യാനില്ല. നിങ്ങൾ ഫ്രണ്ടിലെ ആം ഹോൾ വേറെ തന്നെ കുഴിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഉള്ളിലൊരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാം. ബാക്കി വന്നിട്ടുള്ള ക്ലോത്താണിത്. അപ്പോൾ നമുക്കിതിൽ 3/4 സ്ലീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ ജോയിൻറ്റ് കൊടുക്കാതെ എന്തായാലും 3/4 സ്ലീവ് കിട്ടില്ല. അപ്പോൾ ഞാനിതിൽ കുഞ്ഞു സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ആ അളവിലേക്ക് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 ഇഞ്ചാണ് ഞാൻ സ്ലീവിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്ക്കണം, താഴെ നമുക്ക് മടക്കി തയ്ക്കാനും കൂടി വേണ്ടി 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 5.5 ഇഞ്ചിൽ 10.5 ഇഞ്ച് വിടുത്തിലാണ് ഞാൻ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 10.5 ഇഞ്ച് വിടുത്ത് എന്ന് പറയുന്നത് 4 മടക്കി ഇടുമ്പോഴുള്ള വിടുത്താണ്. അത് എൻ്റെ സ്ലീവിൻ്റെ വിടുത്താണ്. നിങ്ങളുടെ സ്ലീവിന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ടതിന് ശേഷം താഴത്തെ വണ്ണം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ സാധാരണ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യും. 3/4 സ്ലീവാണ് ചെയ്യണമെങ്കിൽ. ചെറിയ സ്ലീവ് ആയതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ റാൻഡമായിട്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കുക. എന്നിട്ട് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ക്ലോത്ത് എടുത്ത് വെക്കാൻ നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലെ നല്ല തുണിയിൽ നിന്ന് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എന്താണോ എന്ന് വെച്ചാൽ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ ഉള്ള തുണികൾ കട്ട് ചെയ്തിട്ട്, അതായത് ബാക്കിൽ വെച്ച പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ആ തുണിയിൽ നെക്ക് ബാക്കി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ കട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളെ ഫ്രണ്ടിലെ തുണി ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സൈഡ് പതിച്ചടിക്കുമ്പോൾ ഈ പതിച്ചടിച്ചതിന് ശേഷം ഇത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ മുകളിലായും കൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് കൊടുക്കുമ്പോൾ ഓൾറെഡി സ്റ്റിച്ച് വരും. പിന്നെ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കൊടുക്കാത്തത്. ശരിക്കും ലേസ് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഫ്രണ്ടിലെ നെക്ക് ചെയ്ത സെയിം പോലെ തന്നെ നിങ്ങൾ ബാക്കിലെ നെക്ക് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല തുണീൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി പീസ് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കട്ട് കൊടുത്തിട്ട് മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കുക. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നമ്മളിപ്പോൾ നെക്ക് ചെയ്ത പീസിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള പീസ് ഇതേപോലെ നിങ്ങൾ 2 മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യുക. പിന്നെ ഫ്രണ്ടിലെ നെക്കിൽ ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ലെങ്ത്ത് ഒത്തിരി ആയി, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താണ്ട് അത് വേറെ തന്നെ ചെയ്തത്. ഇനി ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്കേർട്ടിന് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്വശം ഇതേപോലെ നിങ്ങളൊന്ന് മടക്കി തയ്ക്കുക. 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കുക. 2 മടക്കാക്കി തയ്ക്കുക. 2 മടക്കാക്കി തയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് ഫുള്ളായിട്ട് തയ്ച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് ഫുള്ളായിട്ട് തയ്ക്കുക. ഒരു ചുളിവില്ലാണ്ട് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ താഴ്വശം ഇതേപോലെ 2 മടക്കാക്കിയിട്ട് നിങ്ങൾ മടക്കി തയ്ക്കണം. മടക്കി തയ്ച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്യുമ്പോൾ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കട്ട് കൊടുത്ത ഭാഗം നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ആ സെൻറ്ററിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെക്കുക. അതെങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ നല്ല തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് നിങ്ങൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ഒപ്പം സ്ലീവിൻ്റെ താഴ്വശം മടക്കി കൂടി തയ്ക്കുക. അപ്പോൾ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഈ യോക്കിലേക്ക് നമുക്ക് സ്കേർട്ട് നമ്മൾ ഓൾറെഡി താഴ്വശം മടക്കി തയ്ച്ച സ്കേർട്ടിൻ്റെ പീസും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നല്ല തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്കേർട്ടിൻ്റെ നല്ല വശം വയ്ക്കുക. അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ സ്കേർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ യോക്കിൻ്റെ സെൻറ്ററും കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സെൻറ്റർ ടു സെൻറ്റർ പിടിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് നല്ല തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്കേർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് ഫ്രണ്ടിലും ബാക്കിലും സെയിം ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഫ്ലെയർ ഉണ്ടെന്ന്. എനിക്ക് ശരിക്കും ക്യാമറയിൽ ഫുൾ അത് എടുക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് ഇത്. അപ്പം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ തറ്റം മുതൽക്ക് നമ്മൾ സൈഡ് വരെ 2 സൈഡിലും നമ്മുടെ അളവ് പ്രകാരം യോക്ക് വരെ സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് 1/2 ഇഞ്ചിലും നമ്മൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ മുഴുവനും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് അംബർല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.